ഒരു മാജിക്കിലൂടെ പറത്തിവിട്ട ആരാധ്യനായ ഗുരു ചേമഞ്ചേരി ഈ വേദിയിൽ മുഖ്യഭാഷണം നടത്തിയ പ്രിയങ്കരനായ സോമൻ കടലൂര്, നിങ്ങളുടെ പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ, വേദിയിലിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ, എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മറ്റ് നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അത്രമേൽ ധന്യമായ, അത്രമേൽ അഭിമാനകരമായ ഒരു ചടങ്ങാണ്. കൊയിലാണ്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിലുള്ള ഹൈസ്കൂളിന്റെ NSSന്റെയും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ക്രിയേറ്റീവ് എക്കണോമിക്സ് എന്ന കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിലുള്ള ഒരു ചടങ്ങ്. ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുവെന്ന് ഷാജി മാഷ് ഫോൺ വഴി സൂചിപ്പിച്ചപ്പോൾ എനിക്ക് ഇതെല്ലാം അത്ഭുതം തോന്നി. കാരണം 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ ഇതേ പരിസരത്ത് വെച്ച് ഈ ക്രിയേറ്റീവ് എക്കണോമിക്സിലെ കുട്ടികളുടെയും അധ്യാപകരുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നടന്ന മറ്റൊരു പരിപാടിയിൽ ഈ കുറിച്ച് ഞാൻ ഓർത്തുപോയി. അപ്പൊ അത്രമേൽ ക്രിയേറ്റീവാണ് നിങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് കുട്ടികൾ അത്രമേൽ ക്രിയേറ്റീവാണ്, അത്രമേൽ സാമൂഹ്യ ബോധമുള്ളവരാണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. ഇത് പെൺമയുടെ കരുത്ത് അറിയിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പെൺകുട്ടികൾ വളരെ സജീവമായി സാമൂഹ്യ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നു എന്നുകൂടി ഈ ചടങ്ങ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് നേതൃത്വം നടക്കുന്ന അധ്യാപകരെ ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷെ ഷാജിമാഷെ പോലെയുള്ള ഒരു അധ്യാപകൻ, സൗന്ദര്യബോധമുള്ള, സഹൃദയത്വമുള്ള ഒരു അധ്യാപകൻ ഉണ്ടാവുക എന്നുള്ള വിദ്യാർത്ഥികളുടെ പുണ്യമാണെന്ന് പറയാം. വിദ്യാർത്ഥികളെ വെറുതെ ഗൈഡ് നോക്കി വായിച്ച് പഠിപ്പിക്കുക എന്നുള്ളതല്ല അധ്യാപകന്റെ ധർമ്മം. അവനെ നേരിന്റെ വഴി കാണിച്ചു കൊടുക്കുക എന്നതും, അവനെ ധീരന്മാരായി വളർത്തുക എന്നതും, അവനെ പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ സുസജ്ജരാക്കുക എന്നതുമാണ് അവന്റെ ഒരു ശരിയായ അധ്യാപകന്റെ കർമ്മം. കാരണം മനസ്സിൽ പ്രക്ഷോഭത്തിന്റെ ജ്വാല കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തവന് ഒരു നല്ല അധ്യാപകനാകാൻ കഴിയും. അപ്പം മനസ്സിൽ പ്രക്ഷോഭത്തിന്റെ, വിപ്ലവത്തിന്റെ ജ്വാല കാത്തു സൂക്ഷിക്കുന്ന അധ്യാപകർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉണർന്ന് ചിന്തിക്കാൻ സാധിക്കുന്നത്. ഒരു അന്തിമങ്ങൂഴം കടന്നു വരികയാണ്, ഇരുട്ട്. അന്തിമങ്ങൂഴത്തിനപ്പുറം ഇത്തിരി പ്രകാശമുണ്ട്, നമുക്ക് പ്രതീക്ഷ അറിയിക്കൊണ്ട്. ഞാൻ ഈ കുറച്ചിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു ചുവപ്പ് രാശി പടർന്നിട്ട് അത് മാഞ്ഞുപോയി. എങ്കിലും വെളിച്ചമുണ്ട് അവിടെ. സാന്ധ്യദീപ്തി എന്നൊക്കെ പറയാറ്, ആ വെളിച്ചം പ്രതീക്ഷയുടെ വെളിച്ചം. അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അത് നമ്മുടെ മറക്കരുത് മനുഷ്യരാണ് നാം എന്നാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ, ഇങ്ങനെ ശീർഷകം കാണുമ്പോൾ, ഒരു പേര് കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുക. പലരും സ്വന്തം ശരീരത്തെ തൊട്ടു നോക്കാൻ സാധ്യതയുണ്ട്. ഞാൻ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞു. ഇതെന്ത് ഓർമ്മിപ്പിക്കാനാണ് പക്ഷെ ഞാൻ നല്ല ഷർട്ട് ഇട്ടിട്ടുണ്ടല്ലോ, നല്ല പാൻസ് ധരിച്ചിട്ടുണ്ടല്ലോ, നല്ല യൂണിഫോമിലാണല്ലോ ഞാൻ നിൽക്കുന്നത്, ഞാൻ നന്നായി പഠിച്ചവനാണല്ലോ, എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടല്ലോ, പിന്നെ ഞാനെങ്ങനെ മനുഷ്യനല്ലാതെ എത്തിക്കും. ഇവിടെ സോമൻ തന്റെ പ്രഭാഷണം സൂചിപ്പിക്കേണ്ടായി. ധാരാളം പണമുള്ളത് കൊണ്ടോ, ധാരാളം പത്രാസുള്ളത് കൊണ്ടോ ഒരു മനുഷ്യനായിക്കൊള്ളണമെന്നില്ല. നമുക്കറിയാം, നമുക്ക് ഈ ഹൈടെക് യുഗമാണ്. ഈ ഹൈടെക് യുഗത്തിൽ നമുക്ക് ആകാശത്തോളം പറക്കാൻ കഴിയുന്നുണ്ട്. അന്യഗ്രഹങ്ങളിൽ പോലും നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ മനുഷ്യരാണോ എന്ന് സംശയിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട്. മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യത്വത്തെ കുറിച്ച് മാർസിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്. പർവ്വത ശൃംഗങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് തരംഗിതമായി പ്രവഹിച്ച് പർവ്വത ശൃംഗത്തിന്റെ രഹസ്യം സമുദ്രത്തിന്റെ അഗാധതയിൽ എത്തിക്കുന്ന ഒരു നദി പോലെയാണ് മനുഷ്യത്വം എന്ന് പറയാറുണ്ട്. കാരണം മനുഷ്യത്വത്തിന് ഉച്ചനീചത്വങ്ങളില്ല. പർവ്വതത്തിന്റെ ഉയരവും സമുദ്രത്തിന്റെ ആഴവും ഒരുപോലെയാണ് മനുഷ്യത്വം എന്ന് പറയാറുണ്ട്. അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന മഹത്തായ മൂല്യമാണ് മനുഷ്യത്വം.
ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനാ ഗീതം അല്ലെങ്കിൽ NSS ഗീതം, പ്രാർത്ഥനാ ഗീതം എന്നുള്ള വാക്ക് ചിലപ്പം പലരും ഒരു ആലോചനമായി തോന്നും. അതുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അതിന് പ്രാർത്ഥനയാണ്, സ്വയം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഉള്ളില്. മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആവട്ടെ എന്ന്, മാനവഹൃത്തിൽ ചില്ലയിൽ നിന്നും മാൺപുകൾ വിരിയട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സ് നന്നാവുക എന്നതാണ് പരമപ്രധാനം. മനസ്സ് നന്നാവാതെ പോകുന്നതാണ് ഏറ്റവും നമ്മുടെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും പ്രതിസന്ധി. മനുഷ്യകുലം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് കൂടെ സൂചിപ്പിക്കണ്ടായി. മനുഷ്യന്റെ സ്വാതന്ത്ര്യം അപകടത്തിലാണ് ആവുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ട, ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നതിനെ കുറിച്ചും, അനീതിക്കെതിരായും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായി എഴുതിയതിന്റെ പേരിൽ ഭീഷണി നേരിടുന്ന എഴുത്തുകാരെ കുറിച്ചൊക്കെ പറയേണ്ട. അത് പുതിയ കാലത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പണ്ട് മുതൽക്കേ സത്യത്തിൽ എഴുത്തുകാരൊക്കെ ഇത്തരം ഭീഷണികൾ നേരിട്ടിട്ടുണ്ട്. നമ്മളിവിടെ മതതീവ്രവാദത്തെ കുറിച്ച് ഭംഗ്യന്തരാണ് സൂചിപ്പിക്കേണ്ടത്. ഈ മതതീവ്രവാദം ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാ മതത്തിലുണ്ട് തീവ്രവാദികൾ. പലപ്പോഴും പല തീവ്രവാദങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു. കോട്ടയത്തുള്ള ന്യൂമാൻസ് കോളേജിൽ ഒരു അധ്യാപകൻ, ഞാനിന്ന് തസ്ലീം നസ്രീന്റെ ഒരു വാക്കുകൾ വായിക്കുകയുണ്ടായി. നിലയ്ക്ക് എടുക്കാൻ കോട്ടയത്ത് ഒരു ന്യൂമാൻ കോളേജിൽ നടന്ന ഒരു പ്രൊഫസറെ ഒരു പാഠപുസ്തകം നിർമ്മിച്ച ഒരു പാഠം എഴുതിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൈവെട്ടിയ സംഭവം നമ്മൾ മറന്നിട്ടുണ്ട്. നമ്മൾ ആദ്യ പേരും അതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല. അവിടെ ദുഃഖകരമായ കാര്യമാണ്. ഏത് അനീതിക്കെതിരായിട്ടും പ്രതികരിക്കാൻ നോക്കണം. കാരണം മത തീവ്രവാദി ഏത് മതത്തിന്റെ ആളാണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ പ്രതികരിക്കുന്നത്. അയാൾ ഏത് മതക്കാരനായാലും ശരി, എല്ലാ തീവ്രവാദത്തിനും എതിരായിരിക്കണം നമ്മൾ. കാരണം എല്ലാ തീവ്രവാദവും മനുഷ്യത്വത്തിനെതിരാണ്. സ്നേഹമുള്ളൊരു തലമുറയാണ് വാർത്തെടുക്കേണ്ടത്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നാം മനുഷ്യരാണെന്ന് ഓർമ്മപ്പെടും. നിരന്തരമായി നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുക. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥന അവസാനം ഉറക്കെ ഉറക്കെ പ്രാർത്ഥിക്കും. ഞാൻ ഓർമ്മിക്കുകയാണ്, രമണ മഹർഷി ഒരിക്കല് വളരെ പ്രസിദ്ധനായ സന്യാസിവര് രമണ മഹർഷി അദ്ദേഹത്തിന്റെ ധ്യാന രീതിയിൽ ഞാൻ ആരാണ്, അദ്ദേഹത്തിനോട് ഒരു ശിഷ്യൻ വന്ന് സ്വയം ചോദിക്കും, അവന് ഗുരു ഞാൻ ആരാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ധ്യാനിക്കുക, സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുക ഞാൻ ആരാണ്, പതുക്കെ ചോദിച്ചു കൊണ്ടിരിക്കുക. പതുക്കെ ചോദിച്ച് വളരെ ഉറക്കെ ചോദിക്കുക ഞാൻ ആരാണെന്ന്. അതൊരു ധ്യാന രീതിയാണ്. ഇത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആവട്ടെ എന്ന് പതുക്കെ പ്രാർത്ഥിച്ച് മാനവഹൃത്തിൻ ചില്ലയിലൊന്നും മാൺപുകൾ വിരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കെ മനസ്സ് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ അതൊരു ഹിപ്നോതെറാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോരില്ല, നല്ല മനുഷ്യനാവും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഓർക്കുക. നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്, മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് പ്രത്യേക വാസനയുമാണ്. നമ്മൾ പറയാം അന്യൻ അപരനായി പോവല്ല, അപരൻ നരകമായി പോകുന്ന കാലമാണെന്ന് പറയുന്നത്. പണ്ട് സാർത്ത് എന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, അന്യൻ അപരൻ നരകമാകുന്നുവെന്ന്. നമുക്ക് അവരൻ ഞാൻ മാത്രമാണ്, എനിക്ക് മാത്രമാണ് ജീവിക്കാനുള്ള അവകാശമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പറയുന്നത് പോലെ വേണം നിങ്ങൾ ജീവിക്കാൻ, ഞാനാണ് അധീശൻ, ഞാനാണ് ഈ ലോകം എങ്ങനെ ആവണമെന്ന് തീരുമാനിക്കുന്നത്, നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നവൻ ഞാനാണ്, നിങ്ങൾ എങ്ങനെ ജീവിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. അത് മനുഷ്യത്വ വിരുദ്ധമായൊരു ആശയമാണ് സത്യത്തിൽ. മനുഷ്യനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്നാണ്, ഇവിടെ നവോത്ഥാന കാലത്തെ കുറിച്ച് പറയണ്ടായി, മൂല്യങ്ങളിലൊന്നാണ് അവന്റെ സ്വാതന്ത്ര്യബോധം. സ്വാതന്ത്ര്യമില്ലാത്തവന് സ്നേഹിക്കാൻ സാധിക്കില്ല, സ്വാതന്ത്ര്യമില്ലാത്തവന് സഹിഷ്ണുത ഉണ്ടാവില്ല ഒരിക്കലും. ഇവിടെ പറയണ്ടായി, സഹിഷ്ണുത എന്ന് എഴുതിയ ഒരു കടലാസ് കത്തിച്ചുകൊണ്ടാണ് അതെനിക്ക് അഭിമാനമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും വല്ലാതെ പല കാര്യത്തിൽ അക്ഷമ കാട്ടുന്നവനാണ്. പക്ഷെ ആ അക്ഷമ കൊണ്ട് ഞാൻ മറ്റുള്ളവന് ഒരിക്കലും ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും മറ്റുള്ളവനെ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു അഗ്നി പോലെ അത് നമ്മളെ പലപ്പോഴും നശിപ്പിച്ചു കളയുന്നുണ്ട്. അത്തരം അസഹിഷ്ണുത ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. അത് നിങ്ങൾ സ്വയം ശീലിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ ഈ കൊച്ചുപ്രായത്തിൽ, കാരണം വിദ്യാർത്ഥികളാണ് നാടിന്റെ പ്രതീക്ഷ, മുതിർന്നവരല്ല. പലപ്പോഴും പറയാറുണ്ട് വേരുകളിൽ വേണം വളം വെക്കാനെന്ന് പറഞ്ഞു. നിങ്ങൾ മാതൃകയായി മാറണം, സഹിഷ്ണുതയുള്ളവരായിട്ട്.
സ്നേഹമുള്ളവരായിട്ട്. ഏറ്റവും വലിയ നമ്മൾ ആത്മീയതയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ആത്മീയത എന്ന അമ്പലത്തിൽ പോയി ശയന പ്രദക്ഷിണം ചെയ്യുകയല്ല, 24 മണിക്കൂറും പ്രാർത്ഥിക്കുകയല്ല ആത്മീയത. ആത്മീയത സ്നേഹമാണെന്ന് മനസ്സിലാക്കുക. സ്നേഹമുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനായി. മനനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് സഹജജ്ഞാനം ഉണ്ടായാൽ മതി. സ്നേഹമുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവനെ ദുഃഖത്തിൽ പങ്കാളിയാവാനുള്ള മനസ്സുണ്ടാവുക. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാലും. ഇതാണ് അഴക്, ഇതേ സത്യം, ഇത് ശീലിക്കൽ ധർമ്മവും എന്ന് ഒരു കവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിരുപാധികമായ സ്നേഹം വളർത്തിയെടുക്കാൻ സാധിക്കണം. അപ്പോഴേ നമ്മൾ മനുഷ്യനായി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ എല്ലാവരുടെ ഉള്ളിൽ ഒരു കാട്ടുമൃഗം, വളരെ പഴയ ആ കാട്ടുമൃഗം, യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പുള്ള ഒരു കാട്ടുമൃഗം നമ്മൾ ഉള്ളിലൊക്കെ വിരുന്നാതെ കിടക്കുന്നുണ്ട്. പലപ്പോഴും അത് അമറുന്നത് നമ്മൾ കേൾക്കാറുമുണ്ട്. നമുക്കറിയാം, ഒരു ബസ്സിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഒരു വയോവൃദ്ധനെ തട്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ കാട്ടുമൃഗം മുരളുന്നത് നമ്മൾ കേൾക്കാം. നമ്മൾ സ്വാർത്ഥ ലാഭത്തിന് മറ്റുള്ള ഉപദ്രവിക്കുമ്പോൾ ആ കാട്ടുമൃഗം മുരളുന്നത് കേൾക്കാം. സ്വാർത്ഥതയുടെ ഇത്തിരി വട്ടത് ചുരുങ്ങിപ്പോകുമ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. എല്ലാവരും സ്നേഹിക്കാൻ ശീലിക്കും. ഇവിടെ ഒരു നൈജീരിയൻ കവിത ഉദ്ദേശിച്ച് പറയും, മനുഷ്യൻ എന്നവർ എല്ലാമാണെന്ന് പറയുന്നുണ്ട്. ആ മനുഷ്യൻ, ആ പദം എത്ര മനോഹരം. മനുഷ്യൻ എന്ന പദം ഏറ്റവും മനോഹരമായ പദമെന്ന് ഗോർക്കി എന്ന സാഹിത്യകാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രമേൽ വിശിഷ്ടമായ ഒരു പദമാണ് മനുഷ്യൻ. പക്ഷെ അത് അത്രമേൽ വിശിഷ്ടമാണെങ്കിൽ നമ്മൾ അതിന്റെ അർത്ഥം അറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവനാവാൻ സാധിക്കണം, സഹിഷ്ണുത ഉള്ളവനാവാൻ സാധിക്കണം, മറ്റുള്ളവന്റെ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള മനോഭാവം ഉള്ളവനായി തീരാൻ സാധിക്കണം. അപ്പൊ ഒരു വിധത്തിന്റെ മനുഷ്യത്വം വളർത്തിയെടുക്കുക, അല്ലെ മനുഷ്യത്വം പുനഃപ്രതിഷ്ഠിക്കാനുള്ള നമ്മുടെ പരിശ്രമങ്ങളുടെ ഭാഗമായിരിക്കണം ഇത്തരം കൂട്ടായ്മകൾ ഞാൻ ഓർമ്മിക്കാൻ. എനിക്ക് പ്രഭാഷണമല്ല എന്നെ ഇവിടെ ഏൽപ്പിച്ച കാര്യം, ഒരു കവിത ചൊല്ലണം എന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഇത്തരം ചടങ്ങിൽ പറയാതിരിക്കാൻ വയ്യ. ഇവിടെ സത്യത്തില് സംഗീതകാരന്മാർക്ക് സംഗീതം ഒരുക്കുന്നുണ്ട്, പ്രഭാഷണമുണ്ട്, കവിതയുണ്ട്, ചിത്രകലയുണ്ട്. എല്ലാവിധത്തിൽ സത്യത്തിൽ ഒരു പ്രതിരോധമാണ്. മനുഷ്യത്വം വീണ്ടെടുക്കുകയാണ്. സൗന്ദര്യബോധത്തിലൂടെ നമ്മൾ മനുഷ്യത്വത്തെ വീണ്ടെടുക്കുകയാണ്, സ്നേഹത്തിലൂടെ വീണ്ടെടുക്കുകയാണ്, കൂട്ടായ്മയിലൂടെ മനുഷ്യത്വത്തെ വീണ്ടെടുക്കുകയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, മറക്കരുത്, മനുഷ്യരാണ് നാം. അത് നിങ്ങൾ മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുക. വെറുതെ മന്ത്രിച്ച് കുറെ നിരന്തരമായി മന്ത്രിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും, ഞരമ്പ് രോഗം വരാൻ സാധ്യത. അങ്ങനെ എന്താ മന്ത്രിക്കുക? അർത്ഥമറിഞ്ഞ് നിങ്ങളൊരു മെഡിറ്റേഷൻ പോലെ, നിങ്ങൾ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് മന്ത്രിച്ചുകൊണ്ട് ഒരു സംശയമില്ല നിങ്ങളുടെ മനസ്സിലുള്ള കറകൾ ഇല്ലാതായി തീരും. അങ്ങനെ മനസ്സിലുള്ള കറകൾ ഇല്ലാതായി തീരുമ്പോഴേ നമ്മൾ നല്ല മനുഷ്യനാവുള്ളൂ. മനുഷ്യത്വം ഉണ്ടാവുമ്പോൾ നമുക്ക് നമ്മൾ ദേവത്വം ഉണ്ടാവും എന്ന് പറയാറുണ്ട്. മനുഷ്യത്വം തന്നെയാണ് ദേവത്വം. സ്വർഗത്തിൽ ഒരു പ്രത്യേക ദൈവം വടിയായിട്ട് ഇറങ്ങി വരുന്നില്ല. നമ്മൾ ഉള്ളിൽ മനുഷ്യത്വമുണ്ടെങ്കിൽ ഒരു സംശയമില്ല, നമ്മൾ ദേവനായി മാറും. അതിലപ്പുറം ഒരു ദൈവമില്ല. മനുഷ്യ, നീ തന്നെയാണ് ദൈവം എന്ന് പറയാൻ തോന്നും. അപ്പൊ ആ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക, പുതിയ തലമുറകളിലേക്ക് പകരാൻ സാധിക്കുക. പെൺകുട്ടികളെ കണ്ട് പ്രത്യേകം പറയാണ്, കാര്യം ചുറ്റുപാടും കണ്ണോടിച്ചിരിക്കേണ്ട കാലമാണ്, നിതാന്ത ജാഗ്രത ഉണ്ടാവേണ്ട കാലമാണ്. ഓർമ്മിക്കുക, കാലം കെട്ട കാലം തന്നെയാണ്. അത് പിന്നെ ആവർത്തി ക്ലീശേ പറയുകയില്ല. നിങ്ങള് വളരെ ധൈര്യമുള്ളവരായിത്തീരുക, ക്ഷമയുള്ളവരായിത്തീരുക, സ്നേഹമുള്ളവരായിത്തീരുക. തീർച്ചയായും പുതിയൊരു ലോക സൃഷ്ടിക്കുള്ള കരുത്ത് സമാർജിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു തീരെ നൂതന ലോകം സൃഷ്ടിക്കാനുള്ള കരുത്ത് സമാർജിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ